സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈ 50 നോമ്പിലൂടെ കടന്നു വന്ന അടുത്ത ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്, പിന്നെ ഈസ്റ്ററാണ്. നമ്മളുടെ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കിയോ? എന്താ നമ്മൾ ശ്രമിച്ചത്? നമ്മൾ 51 സങ്കീർത്തനത്തിൽ ദാവീദിന്റെ അനുതാപത്തിന്റെ ഒരു മേഖലയിലൂടെ ഇല്ല, പാപികളും കുറവുള്ളവരുമായി നമ്മൾ എന്താ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അങ്ങയുടെ നവമായൊരു ചൈതന്യം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം, മാറ്റമില്ലാത്ത ഒരു പുതിയ ചൈതന്യം അങ്ങയുടെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നമ്മുടെ ആത്മാവില് ദൈവം വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മെ ദൈവം നയിക്കുകയായിരുന്നു ഈ നോമ്പിലൂടെ. അതെ, നമ്മളത് ശ്രദ്ധിക്കണം. ഒരു വർഷം നമുക്ക് ദൈവം തന്നു. കഴിഞ്ഞൊരു വർഷം നോമ്പ് കഴിഞ്ഞിട്ടല്ലേ ഒരു ഉപമയുണ്ടല്ലോ, ഒരു വർഷം കൂടി നിൽക്കട്ടെ, ഞാൻ ആ വർഷത്തിന്റെ ചുവട് കിളച്ച് വളമിടാ, ഈ വർഷം അത് കായ്ച്ചേക്കും. ദൈവം നമുക്ക് സമയം തരുന്നത് നമ്മൾ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മിലൂടെ മറ്റുള്ളവർക്ക്, യേശുവിന് അല്ലെ തിരുസഭയ്ക്ക് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന അനേകരെ ദൈവസ്നേഹത്തിൽ നയിക്കുന്ന സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ, വിശ്വസ്തത, ആത്മസംയമനം, ഇതൊക്കെ നമ്മളിൽ നിന്ന് പുറപ്പെട്ട് മറ്റുള്ളവരെ നമ്മിലൂടെ യേശുവിനെ അറിയാൻ, രക്ഷയുടെ വഴിയിലേക്ക് വരുവാനായിട്ട് ദൈവം നമ്മളെ ഒരുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ വെറും മുൾച്ചെടികളായിരുന്നു നമ്മൾ, അല്ലെ മുൾപ്പഴങ്ങളായിരുന്നു, വെറും പ്രയോജനമില്ലാത്ത വൃക്ഷമായിരുന്നെങ്കിൽ നമ്മളെ പ്രയോജനമുള്ള അനേകർക്ക് ആക്കി നമ്മളെ മാറ്റുകയാണ്. ഇന്നത്തെ ആഗോള സഭയിലെ തിരുവചനത്തിൽ നമ്മൾ ഈ ആഴ്ച കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ നിർമ്മലമായൊരു ഹൃദയം, അതെ, നിർമ്മലമായൊരു ഹൃദയം. ഞാൻ ഓർപ്പിച്ചൊരു കാര്യം, അതായത് നമുക്ക് നിർമ്മലമായ ഹൃദയം ഉണ്ടെങ്കിൽ ആ നിർമ്മലമായ ഹൃദയത്തിലേക്ക് അനുദിനം ദൈവവചനം കടന്നു വരുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തീ പിടിപ്പിക്കുകയാണ്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, തീപ്പെട്ടിയിൽ ഉരയ്ക്കുന്ന പോലെയാണ് നമ്മുടെ ആത്മാവിലേക്ക് ദൈവവചനം, നിർമ്മലമായൊരു ആത്മാവിലേക്ക് ദൈവവചനം വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ തീ കത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ നിർമ്മലമായ കൃപ നിറഞ്ഞ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലേക്ക് ദൈവവചനം നിറഞ്ഞപ്പോൾ അമ്മ തീ പിടിച്ചു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തവന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പറഞ്ഞ മറിയം, അറിയാം, എലിസബത്തിന്റെ വീട്ടിലേക്ക് ഓടുകയാണ് തന്റെ ഉള്ളിലുള്ള തീയുമായി, തന്റെ ഉള്ളിലുള്ള യേശുവിന്റെ ആത്മാവുമായി. നമ്മുടെ ഉള്ളിൽ ഇന്ന് ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ ഉള്ളിലെ തീയെ സാത്താൻ ഇന്ന് മാമോദിസ സ്വീകരിച്ച് നമ്മുടെ ആത്മീയതയെ പാപം കൊണ്ട്, പാപമാകുന്ന ചാരം കനലും നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ജ്വലനമില്ലാതെ, അല്ലേ, നമ്മൾ തീ കത്തണമെങ്കിൽ ഓർപ്പിച്ച പോലെ നമുക്ക് ശുദ്ധവായു വേണം. വായു ഉള്ളിടത്ത് തീ കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ സ്നേഹമാണ്. കാരണം ദൈവം സ്നേഹമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എല്ലാവരോടും ക്ഷമിക്കുന്ന ഒരു മനോഭാവം, അല്ലേ, നമ്മുടെ ഉള്ളില് നമ്മൾ തീക്കട്ട സ്വീകരിക്കുകയാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അല്ലെ, തീക്കട്ട എന്നാ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ തീ ഇല്ലെങ്കിൽ നമ്മൾ ചാമ്പലായി പോവാ. തീക്കട്ട നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പറയാറുണ്ട്, നമ്മൾ കടലാസിലാ തീ മേടിക്കുന്നത്. കടലാസിന്റെ ഒരു കൂട്ടിലാണ് തീ മേടിക്കാൻ പോയി നിൽക്കുന്നെങ്കിൽ ഓർത്തേക്ക് എന്താ സംഭവം? ആ കടലാസ് കത്തി ചാമ്പലാകും, തീയുമ്പോ എല്ലാം പോവും. നമ്മുടെ ഉള്ളം ഇന്നൊരു വൈക്കോല് കച്ചിത്തുരുമ്പോ അല്ലെങ്കിൽ ജഡികമായ ലോകത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, നമ്മൾ വൈക്കോലും കച്ചിത്തുരുമ്പോ ആണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തീ വരുമ്പോൾ നമ്മൾ കത്തിച്ചാമ്പലായി ഇല്ലാതായി പോവുകയാണ്, തകർന്നു പോവുകയാണ്. 1 കൊരിന്ത്യർ 11 ഈശോ പറഞ്ഞു, ഇതിനാണ് നിങ്ങളിൽ ഈ കർത്താവിന്റെ മേശയിൽ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തീയില്ലാതെ, സ്നേഹമില്ലാതെ, നന്മയില്ലാതെ, കരുണയില്ലാതെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നേഹമില്ലാതെ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇന്ന് വിശ്വാസം പോയി. ഒരു വിശ്വാസമില്ല, ഈ ചുമ്മാ ചടങ്ങ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. പലരും മരിച്ചുപോയെന്ന് പറഞ്ഞു, ആത്മാവിൽ മരിച്ചുപോയി. ചുമ്മാ നടക്കുന്നുണ്ട് ഭൂമിയിലൂടെ, ഒരു ജീവനുള്ള ആത്മീയ വിശ്വാസമില്ല. ഒരുക്കത്തോടെ അല്ലാതെ വിശുദ്ധ, അവിടെയാണ് നമുക്ക് വീണ്ടും അനുതാപം ആവശ്യമാണ്. നല്ലൊരു കുമ്പസാരം, ഏറ്റവും വലിയ പ്രതിവിധി അതാണ്, ഒറ്റമൂലി ഇതാണ്. അനുതാപത്തോടെ പോയി നല്ലൊരു കുമ്പസാരം, എവിടെയെങ്കിലും പോയി ഒരു വൈദ്യനെ കണ്ടു നല്ലൊരു കുമ്പസാരം നമ്മൾ കഴിക്കണം. അവിടെയാണ് നമ്മുടെ ആത്മാവിൽ നിന്ന് ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ടാണ്, അതായത് നമ്മുടെ ആത്മാവിന്റെ മുകളിൽ കിടക്കുന്ന എന്തെല്ലാമാണ് അതിനെ ഊതുന്ന ഒരു ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവ്.
കുമ്പസാരം എന്ന കൂദാശയും നമ്മുടെ ആത്മാവിലേക്ക് അന്ന് ഇത്രയും നാളും നമ്മുടെ ആത്മാവിനെ ഹനിച്ചിട്ടിരുന്ന, ബന്ധിച്ചിട്ടിരുന്ന, അല്ലെ, നിങ്ങൾ ആത്മാവിനാൽ ജഡത്തെ നിഗനിക്കാന്ന് പറഞ്ഞു. നമ്മുടെ ജഡികമായ ശക്തിയാൽ നമ്മുടെ മനസ്സും ചിന്തകളും ഒക്കെ ലോകത്തിൻ്റെ രീതിയിൽ പോയി നമ്മുടെ ആത്മാവ് ശക്തിയില്ലാതെ കിടക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ ഒന്ന് ഉണർത്താനായിട്ട് നമ്മൾ നല്ലൊരു കുമ്പസാരത്തിലൂടെ നമ്മുടെ ആത്മാവ് വീണ്ടും ജ്വലിക്കുകയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 5 വർഷം അമേരിക്കയിൽ കുമ്പസാരിക്കാൻ നടന്ന ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നൈയിൽ കൂടിയ രാത്രിയിലാണ് 5 വർഷമാണ് ആദ്യമായിട്ട് കുമ്പസാരിച്ചത്. അന്നാണ് എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് വൈദികൻ എന്ന് പ്രാർത്ഥന അയച്ച പുരോഹിതൻ ആവശ്യപ്പെട്ടു. അച്ഛൻ ധ്യാനഗുരു, ഒരു കുടുംബം മാത്രമായിരുന്നു ഞങ്ങൾ പരസ്പരം ക്ഷമിക്കാനായിട്ട്, അല്ലേ, കാല് പിടിക്കേണ്ടവരുടെ കാല് പിടിച്ചു, കരഞ്ഞു, മാപ്പി ചോദിച്ചു. അവിടെ തീ ആളിക്കത്തി. പ്രിയമുള്ളവരെ, ഞാൻ പറയും, അന്ന് കത്തി ആ തീയാണ് ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേറെ രീതി പറയല്ല. അതെ, നമ്മുടെ ഉള്ളിൽ നിർമ്മലമായ ഒരു ഹൃദയം, സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമ്മുടെ ഉള്ളിലായി കഴിയുമ്പോൾ വചനം പിന്നെ നമ്മൾ ഓരോ ദിവസവും അനുദിനം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വചനം, ധ്യാനിക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ പുതിയൊരു അനുഭവമാണ്, പുതിയൊരു ജ്വലനമാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് അനേകരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ഈശോ നമ്മളെ നിയോഗിച്ചാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ നോമ്പിൽ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ വായന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം. നമുക്ക് അറിയാവുന്ന സുപരിചിതമായ സംഭവമാണ്. ഒരു അധ്യായം മുഴുവനുണ്ട്, ഞാനത് വായിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, സൂസന്ന എന്നൊരു പെൺകുട്ടിയെ, സുന്ദരിയായിരുന്നു അവള് ഭാര്യയായിരുന്നു, അമ്മയായിരുന്നു. ഇപ്പൊ അവിടുത്തെ 2 യഹൂദ ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാർ, അവരെ നയിക്കാനാ നിയോഗിച്ച 2 പേര് ഇവളെ കണ്ട് അനുരക്തിയായി ഇവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇവളെ നമുക്കൊന്ന് അടിമയാക്കണം, ഇവളെ കൊണ്ട് പാപം ചെയ്യിക്കണം എന്ന് പറഞ്ഞ് ഇവർ 2 പേരും കൂടെ ഇവളെ കുരുക്കാനായിട്ട് പോകുന്നതൊക്കെയാണ്. അത് വായിച്ചു നോക്കുക. അവിടെ അവസാനം ഇവള് കാറിക്കൂകി നിലവിളിച്ച്, എൻ്റെ ദൈവമേ, ഞാൻ ഈ പാപം ചെയ്യില്ല, എൻ്റെ ആത്മാവ് നശിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് അവള് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഇവർ പ്ലാൻ ചെയ്തനുസരിച്ച് ഇവർ 2 പേരുണ്ടല്ലോ. അപ്പോൾ ഒരാൾ തോട്ടത്തിൻ്റെ പുറത്തേക്ക് ഓടിയിട്ട് വിളിച്ച് ആൾക്കാരൊക്കെ വന്ന്, വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടിയപ്പോൾ അവർ നുണ പറഞ്ഞിട്ട് ഇവള് വേലക്കാരികളെയൊക്കെ തോഴിമാരെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്യാനത്തിൽ കുളിക്കാനാവെന്ന് ഗേറ്റൊക്കെ അടച്ചിട്ട് ഇവിടെ നേരത്തെ ഒളിഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇവള് ശയിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഇവളെ പിടികൂടിയപ്പോൾ ഇവള് ബഹളം വെച്ചതാണ്. ഇവളെ ഇവർ നിയമജ്ഞരാണ്, ഇവർ നിയമം പഠിപ്പിക്കുന്നവരാണ്, നിയമം അനുഷ്ഠിക്കുന്നവരാണ് ഈ 2 വ്യക്തികൾ. ഓർത്ത് നോക്കണം. എന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇവളെ വിധിച്ച് ഇവളെ പാപം ചെയ്തവരാണ്. ആ ചെറുപ്പക്കാരൻ ഞങ്ങളെക്കാൾ ശക്തി, അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റും, അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഉള്ളിലുള്ള പാപത്തിന്റെ ജഡികത, അല്ലെ, നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് പോലും ഒരു സ്ത്രീയിലെ അവളെ ബത്ശേബായെ അവളുടെ നഗ്നമായ ശരീരം കണ്ടുകൊണ്ട് പാപം ചെയ്യാനുള്ള പ്രേരണ, അവളെ വിളിച്ച് ബലാത്സംഗം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവള് വഴങ്ങാതിരുന്നത് കൊണ്ട് അവളെ കുറ്റമാരോപിച്ച് അവളെ കൊല്ലാനായിട്ട് വിധിയൊക്കെ ആയി. ഒരു ദിവസം അവളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളിലാണ് ഈ ലോകത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഇങ്ങനെയാണ്. അവിടെയാണ് ദാവീദിനെ നമ്മൾ ആദ്യം ദാനിയേലിനെ ആദ്യം കാണുന്നത്. ദാനിയേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ വചനം വായിക്കുകയാണ്, അവളെ കൊലക്കളത്തിലേക്ക് എല്ലാവരും കുടുംബാംഗങ്ങളൊക്കെ കരഞ്ഞു. അവർക്കറിയാം ഇവള് തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരാണ് ഇവിടുത്തെ നിയമം നടത്തുന്നവർ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം നിയമമില്ല. അവളെ കൊല്ലാൻ വേണ്ടിയും ദാനിയേൽ 13:44 കർത്താവ് അവൾ നിലവിളിച്ചു. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ, പ്രധാനപ്പെട്ടതാണ്, ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ നിർമ്മലമായ ഹൃദയമുള്ളവര്, അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ്. ഈ യോഹന്നാൻ സ്നാപകൻ ആ പാപം നിറഞ്ഞ ജനത്തിന്റെ ഇടയിൽ, യോഹന്നാൻ സ്നാപകന്റെ ഉള്ളില് നിർമ്മലമായ ആത്മാവിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ പോയപ്പോൾ തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധ ആത്മാവ് നിറഞ്ഞ ആ യോഹന്നാൻ സ്നാപകൻ ജനത്തിന്റെ പാപങ്ങൾ അണലി സന്തതികളെ എന്ന് വിളിച്ച് പാപമുള്ള മേഖലയെ കുറ്റപ്പെടുത്തുകയാണ്. സാധാരണ ലോകത്തില് മറച്ചു വെക്കാണ്. ഞാനെന്തിനാ പറയുന്നത്, എനിക്കെന്തിനാ കഴിയും? നമ്മുടെ ദൈവത്തിന്റെ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപത്തെ തുറന്നു കാട്ടാനാണ്, പാപത്തെ ഇല്ലാതാക്കാനാണ്. ഈ ബാലന്റെ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവരുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പിന്നെ നമുക്കറിയാം, ദാനിയേൽ തന്നെ, ദൈവത്തിന്റെ ആത്മാവ് ദാനിയേൽ നിന്നുകൊണ്ട് ഇവരെ വിസ്തരിക്കണം. 2 പേരെ മാറ്റി നിർത്തിയിട്ട്
ചോദിക്കുന്നുണ്ട്, ഇവിടെ ഏത് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഇവിടെ ആ ചെറുപ്പക്കാരനുമായിട്ട് ശയിക്കുന്നത് കണ്ടതെന്ന് മാറ്റി നിർത്തി ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ദാനിയേലിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയാണ്, ഇവൾ നിഷ്കളങ്കയായ ഒരു ഇസ്രായേൽ കന്യയാണ്, ഇവരാണ് പാപം ചെയ്ത് ഇസ്രായേൽ ജനം ആ രണ്ടുപേരെ കല്ലെറിഞ്ഞു വന്നവിടെ. ഇവള് പറഞ്ഞു വരുന്നത്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. നിർമ്മലമായ ഹൃദയത്തിലേക്ക് ദൈവവചനം വരുമ്പോഴാണ് നീതി നടപ്പാക്കുന്നത്. ദൈവനീതി നമ്മളുടെ ഇടയിൽ നടപ്പാക്കപ്പെടുന്ന നിർമ്മലമായ ഹൃദയമുള്ളിടത്ത് ദൈവവചനം, ഞാൻ പറഞ്ഞു മുമ്പേ, അതായത് നിർമ്മലമായ ഹൃദയത്തിലേക്ക് ദൈവവചനം കടന്നു വരുമ്പോൾ അത് ഈ ഇടിവെട്ടുന്നല്ല, തീപ്പൊട്ടിക്കൊള്ളി ഉരയ്ക്കുക. നമ്മൾ തീപ്പൊട്ടിയുടെ പുറത്ത് നമ്മൾ ആ കൊള്ളി കൊണ്ട് ഉരയ്ക്കുമ്പോൾ തീ കത്തുന്നത് പോലെ നിർമ്മലമായ നമ്മുടെ ആത്മാവിലേക്ക് ദൈവവചനം ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ തീ കത്തുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു അഭിഷേകമായതാണ്. യേശുവിന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് ജ്വലിച്ചിരുന്നു എന്നാ പറഞ്ഞത്. എല്ലാ നിമിഷവും പരിശുദ്ധ അമ്മയുടെ ഉള്ളിലും ഈ ജ്വലനം ഉണ്ടായിരുന്നു. എല്ലാ വിശുദ്ധരുടെ ഉള്ളിൽ ഈ നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. അപ്പസ്തോലന്മാരുടെ മേൽ ഊതിക്കൊണ്ട് ഈശോ പറഞ്ഞു, പരിശുദ്ധ യോഹന്നാൻ 20 അവരുടെ മേൽ ഊതിക്കൊണ്ട്. നമ്മൾ ഈ നാളുകളിൽ കുമ്പസാരക്കൂട്ടിലൂടെ ഒന്ന് കയറി പോകണം. നമ്മുടെ മേലൊന്ന് ഊതട്ടെ പരിശുദ്ധാത്മാവ്. നമ്മുടെ നിർമ്മലമായ ഒരു ഹൃദയം, അതെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിലൂടെയാണ് ജ്വലിക്കുന്ന അഭിഷേകമായി ഈ ഭൂമിയിലെ തീയിടാൻ, ഈ സ്നേഹത്തിന്റെ തീയിടാനാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഈ തീ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അവിടെ വായു വേണം, ഓക്സിജനുള്ളിടത്തേ തീ കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ തീ കത്താത്തത് എന്ന് സ്നേഹമില്ലാത്ത ദൈവം സ്നേഹമാണ്. നമുക്ക് തീ കത്തണമെങ്കിൽ ഓക്സിജൻ വേണമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം ജ്വലിക്കണമെങ്കിൽ സ്നേഹം വേണം. നമ്മൾ പറഞ്ഞു, നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറയുമ്പോൾ നമുക്ക് പറ്റാത്തത്, നമുക്ക് ഒന്നെങ്കിൽ ദൈവത്തോട് വിരോധമുണ്ട്, ദൈവത്തോട് സ്നേഹമില്ല, അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമുക്ക് കുറ്റബോധമാണ്, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വേണേൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ ഉറക്കെ പറയാം. പക്ഷെ നമ്മളെപ്പോഴും ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ്, അല്ലേ, പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരാളെ പുകഴ്ത്തി പറയാം. ദൈവം നല്ലവനാണെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പറയുന്നതാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ദൈവം നല്ലവനാണ്. ഞാൻ പറഞ്ഞു, ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ തിന്മ നമ്മളെ ഒരിക്കലും വെറുപ്പിലൊരു ദുരാത്മാവാണ്, വിദ്വേഷം ദുരാത്മ. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു ഗലാത്യർ 5-ാമത്തെ അധ്യായം 19 തൊട്ട് ജഡത്തിന്റെ വ്യാപാരങ്ങൾ പറഞ്ഞെടുത്ത് 7 കാര്യങ്ങളാണ് ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 7-8 കാര്യങ്ങളാണ്. വിഭാഗീയത, ഭിന്നത എന്നൊക്കെ പറഞ്ഞ് സ്നേഹമില്ലാത്ത അനുഭവം. അപ്പൊ അനേക മനുഷ്യരുടെ ഉള്ളിൽ ഇന്ന് ഈ 8 ദുരാത്മാക്കൾ ഒരിക്കലും ആരും നല്ലവരാണെന്ന് പറയാൻ പറ്റുന്നില്ല. സ്വയം നല്ലതാണെന്ന് കുറ്റബോധമൊക്കെ. ദൈവം എനിക്ക് ദോഷമായിട്ടും ചെയ്യാൻ പറ്റില്ല ചെയ്യില്ല എന്നുള്ള ബോധ്യം കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവം നല്ലവനാണെന്നുള്ള ഉറപ്പ് വേണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ. നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുക, ദൈവമേ നിർമ്മലമായ ഹൃദയങ്ങൾ സൃഷ്ടിക്കണമേ, അങ്ങയുടെ നവചൈതന്യം നിക്ഷേപിക്കണം, അങ്ങയുടെ വചനം എല്ലാ ദിവസവും വചനം വായിക്കാനും ധ്യാനിക്കാനുമുള്ള, അല്ലെ, നമ്മുടെ സംഗീതത്തിൽ 119 9-ാമത്തെ വചനം പറഞ്ഞില്ലേ, യുവാവ് എങ്ങനെ തന്റെ മാർഗങ്ങൾ നിർമ്മലമായി കാത്തുസൂക്ഷിക്കും ദൈവവചനം പാലിച്ചുകൊണ്ട്. അത് നമ്മൾ ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം എപ്പോഴും. കാരണം നമ്മുടെ ഉള്ളിൽ പുതിയൊരു അഭിഷേകം, ഓരോ ദിവസവും ഒരു പുതിയ വചനം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുമ്പോഴാണ്, ഒരു പുതിയ വചനം നമ്മുടെ ആത്മാവിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ഒരു പുതിയ ജ്വലനം ഉണ്ടാകുക. ഇത് ഓരോ ദിവസവും ഉണ്ടാകേണ്ടതാണ്. ഏശയ്യ കാണുന്നുണ്ടല്ലേ, ഏശയ്യയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ മാലാഖമാർ എപ്പോഴും ദൈവത്തെ ഇങ്ങനെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? അവർക്കറിയാം ദൈവം നല്ലവനാണ്. പരിശുദ്ധൻ 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 എന്ന്. കാരണം ആ ദൈവത്തിന്റെ വിശുദ്ധി ഓരോ നിമിഷവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ ഒരു നിമിഷത്തിലുണ്ടായതുപോലെയുള്ള പുതിയൊരു വെളിപ്പെടുത്തൽ അവർ കിട്ടുകയാണ്. നമുക്ക് നമ്മൾ ദൈവവചനത്തിൽ നിരന്തരം വ്യാപരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിമിഷം ഉണ്ടായതിനൊക്കെ കൂടുതലായ ഒരു പുതിയ അഭിഷേകം, ദൈവസ്നേഹത്തിന്റെ അഭിഷേകം, ഒരു പുതിയ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയാണ്. ഇത് നമ്മൾ അറിയണം പ്രിയമുള്ളവരെ. നമ്മൾ നോമ്പിൽ കടന്നു പോകുമ്പോൾ ഒന്ന് നമ്മൾ നല്ലൊരു നിർമ്മലമായ ഹൃദയം, പിന്നെ നമ്മൾ ദൈവവചനം സ്വീകരിക്കണം. വചനം അയച്ചു വിടുവിക്കുന്നത് ദൈവം. പരിശുദ്ധ പരമാ ദീപകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.